ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനും. 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കുമാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനും. 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കുമാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കും 2022 ആലപ്പി രംഗനാഥനുമാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2021 സ്വാതി പുരസ്കാര ജേതാവ് PR കുമാര കേരളവർമ്മയാണ്. 2021 സ്വാതി പുരസ്കാര ജേതാവ് PR കുമാര കേരളവർമ്മയാണ്. 2021 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന സിനിമയാണ്. 2021 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത് ആവാസവ്യൂഹമാണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് KP കുമാരനുമാണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രൻ, 2021 KP കുമാരൻ. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായത് നൻപകൽ നേരത്ത് മയക്കം. ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. നടി വിൻസി അലോഷ്യസും. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ മമ്മൂട്ടിയും നടി വിൻസി അലോഷ്യസുമായിരുന്നു. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകൻ മഹേഷ് നാരായണനായിരുന്നു. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ്. 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമ ആവാസവ്യൂഹമായിരുന്നു. ആവാസവ്യൂഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് കൃഷാന്ത് ആർക്കെയാണ്. 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയായത് കൃഷാന്ത് ആർക്കെ സംവിധാനം ചെയ്ത ആവാസവ്യൂഹം എന്ന സിനിമയാണ്. 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ ആയത് രണ്ടുപേരാണ്, ബിജു മേനോനും ജോജു ജോർജും. മികച്ച നടി രേവതിയായിരുന്നു. 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ രണ്ടുപേരുണ്ടായിരുന്നു, ബിജു മേനോനും ജോജു ജോർജും. നടി രേവതിയുമായിരുന്നു. 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകനായത് ദിലീഷ് പോത്തനാണ്. ജോജി എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ദിലീഷ് പോത്തന് 2022 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ ഏതാണ്? 800. 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പെ പുരസ്കാരം ലഭിച്ചത് മധുരൈ TS ശേഷഗോപാലനാണ്. 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പെ പുരസ്കാരം ലഭിച്ചത് മധുരൈ TS ശേഷഗോപാലനാണ്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറുന്നത് വെള്ളായണി കിരീടം പാലമാണ്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറുന്നത് വെള്ളായണി കിരീടം പാലമാണ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് മലയാള ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ആണ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടൊവിനോ തോമസിനാണ്. 53ാം
അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച സിനിമയാണ് ദബാരി കുരുവി. ദബാരി കുരുവി എന്ന സിനിമയുടെ സംവിധാനം പ്രിയാനന്ദനാണ്. 53ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച സിനിമ പ്രിയാനന്ദൻ സംവിധാനം ചെയ്ത ദബാരി കുരുവിയാണ്. 2024 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. സംവിധാനം ക്രിസ്റ്റഫർ നോളനാണ്. 2024 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറാണ്. 2024 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് എമ്മ സ്റ്റോണിനെയുമാണ്. 2024 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടൻ കിലിയൻ മർഫിയും മികച്ച നടി എമ്മ സ്റ്റോണുമാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സിനിമ എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടൻ ബ്രണ്ടൻ ഫ്രസറാണ്. നടി മൈക്കൽ യോയുമാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടൻ ബ്രണ്ടൻ ഫ്രസറും നടി മൈക്കൽ യോയുമാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തത് ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഷോർട്ട് ഫിലിമാണ്. സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായത് കാർത്തികി ഗോൺസാൽവസ് സംവിധാനം ചെയ്ത ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഷോർട്ട് ഫിലിമാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് RRR സിനിമയിലെ നാട്ടു നാട്ടു സോങ്ങിനാണ്. സംഗീത സംവിധാനം ചെയ്തത് MM കീരവാണിയാണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് RRR സിനിമയിലെ MM കീരവാണി സംഗീത സംവിധാനം ചെയ്ത നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് പാലാസിയോസ് ആണ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് പാലാസിയോസ് ആണ്. 2023 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാനോ പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്ത്യാനോ പിസ്കോവയാണ് 2023 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത്. ബഹിരാകാശത്ത് ചലച്ചിത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ രാജ്യം ഏതാണ്? റഷ്യ. ആ സിനിമയുടെ പേര് ദി ചലഞ്ച് എന്നായിരുന്നു. ബഹിരാകാശത്ത് ചലച്ചിത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ രാജ്യം റഷ്യയാണ്. ചലച്ചിത്രം ദി ചലഞ്ചാണ്. 2024 77ാമത് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. 2024 77ാമത് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായത് ഓപ്പൺഹൈമറാണ്. 2022 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് ആനി എർണാക്സിനാണ്. 2022 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് ആനി എർണാക്സിനാണ്. 2022 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് അലസ് ബിയാലിയാറ്റിസ്കിക്കാണ്. 2022 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് അലസ് ബിയാലിയാറ്റിസ്കിക്കാണ്. 2023 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് നോർവേക്കാരനായ ജോൺ ഫോസയ്ക്കാണ്. 2023 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് നോർവേക്കാരനായ ജോൺ ഫോസയ്ക്കാണ്. 2023 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ്. ഇറാൻകാരിയായ നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലൗഡീന ഗോൾഡിനാണ്. അമേരിക്കക്കാരിയായ ക്ലൗഡീന ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച കായിക താരം ആരാണ്? നവോമി ഒസാക്ക. ടോക്കിയോ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച കായിക താരം നവോമി ഒസാക്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചാണ്.
2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലിങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലിങ്കയാണ്. 2022-23 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2022-23 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസുമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത PT ഉഷയാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ്? G. ബാലകൃഷ്ണൻ നായർ. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ G. ബാലകൃഷ്ണൻ നായരാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ച പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. 2023 നവംബറിൽ 41 തൊഴിലാളികൾ അകപ്പെട്ടുപോയ സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2023 നവംബറിൽ 41 തൊഴിലാളികൾ അകപ്പെട്ടുപോയ സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. കേരളത്തിലെ ഏത് സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏത് പത്രത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? അൽ അമീൻ പത്രം. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച അൽ അമീൻ പത്രത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2024 ലോക ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അസർബൈജാൻ. 2024 ലോക ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. ഇസ്രായേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് 2023 ഒക്ടോബർ 7-നാണ്. ഇസ്രായേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് 2023 ഒക്ടോബർ 7-നാണ്. 2023 മെയ്യിൽ വിമാനം തകർന്ന് ആമസോൺ കാട്ടിൽ അകപ്പെട്ട 4 കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. 2023 മെയ്യിൽ വിമാനം തകർന്ന് ആമസോൺ കാട്ടിൽ അകപ്പെട്ട 4 കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.